അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ 10 വരെ കൗണ്ട് ചെയ്യാൻ പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? നമുക്ക് 1 2 3 4 എണ്ണം എഴുതാൻ പഠിച്ചാലോ? Okay. Take your textbook, page number 76. Page number 76. അതിൽ നിങ്ങൾക്ക് കുറെ പിക്ചേഴ്സ് കാണാൻ പറ്റും. അപ്പൊ 1 എന്ന് പറയുന്നത് നമ്മള് 1 എന്ന് പറയുന്നത് തന്നെയാണ് അല്ലെ? ഒറ്റ എന്നുള്ളതിനെയാണ് നമ്മൾ 1 എന്ന് പറയുന്നത് അല്ലെ? 1 bird, 1 flower, 1 aeroplane, 1 boy അല്ലെ? അപ്പൊ അവിടെ കുറെ ഒരു സൺ ഉണ്ട്, മൂൺ ഉണ്ട്, കുറെ ക്ലൗഡ്സ് ഉണ്ട്, സ്റ്റാർസ് ഉണ്ട്, എയറോപ്ലെയിൻ ഉണ്ട്. അതില് ഒന്ന് മാത്രമുള്ളതിന് ഒന്ന് ടിക്കറ്റ് കൊടുത്തേ. ഒന്ന് മാത്രമുള്ളതിന് ഒന്ന് ടിക്കറ്റ് കൊടുത്തേ. സൺ ഒന്നാണോ ഉള്ളത്? മൂൺ ഒന്നാണോ ഉള്ളത്? ക്ലൗഡ് ഒന്നാണോ ഉള്ളത്? സ്റ്റാർസ് ഒന്നാണോ ഉള്ളത്? അപ്പൊ നമുക്കിപ്പോ കുറച്ച് പിക്ചേഴ്സ് കണ്ടാൽ ഒറ്റ ഒന്നുള്ളത് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? ഇനി 1 എന്നുള്ളത് നമ്മൾ എങ്ങനെയാ എഴുതുക? അത് ചെയ്തില്ലേ എല്ലാരും? അത് ചെയ്തില്ലേ? അപ്പൊ ഏതിലൊക്കെയാ നിങ്ങൾ ടിക്കറ്റ്? സണ്ണിന്റെ കോളത്തില്, മൂണിന്റെ കോളത്തില്, എയറോപ്ലെയിന്റെ കോളത്തിലും അല്ലേ? അത്രയല്ലേ ടിക്കറ്റ് ഉള്ളത്? ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാരും? എല്ലാരും കളിച്ചോണ്ടിരിക്കുകയാണല്ലോ. കുറെ പേരൊക്കെ കളിച്ചോണ്ടിരിക്കുകയാണല്ലോ. Okay, take the next page. Take your next page. This house has 1 door. അവിടെ ഒരു വീടിന്റെ ചിത്രമുണ്ട്, ഒരു ഹൗസിന്റെ ചിത്രമുണ്ട്. എത്ര ഡോർ ഉണ്ട് അതിന്? It has only 1 door. ഒരു ഡോർ. ഇപ്പൊ നമ്മൾ 1 എന്നുള്ളതിന് എങ്ങനെ നമ്മൾ എഴുതുന്നേ? 1 എങ്ങനെ എഴുതാം? എല്ലാരും ഒന്ന് ഫോണിൽ ശ്രദ്ധിച്ചോ, എങ്ങനെയാ 1 എഴുതുന്നേന്ന് നോക്കാം കേട്ടോ. ശ്രദ്ധിക്കണേ. This is 1. ഒരു സ്മോൾ ലൈൻ. ഇതാണ് 1. നിങ്ങളുടെ പേജ് നമ്പർ 77-ല് റൈറ്റ് ദ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് കുറെ കോളം പഠിച്ചിട്ടുണ്ട്. കണ്ടോ? അതിൽ കുറെ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 എങ്ങനെയാ എഴുതണ്ടേന്ന്. എങ്ങനെയാ 1 എഴുതാ? ഇതാ മിസ് ഒന്നും കൂടി എഴുതി കാണിച്ചതാ. റെഡ് കളറില് നോക്കണേ. റെഡ് വേണ്ട, നമുക്ക് വേറെ കളർ എടുക്കാം. ഓക്കെ, ബ്ലൂ കളറില് ഇതാ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് താഴേക്ക് ഒരു വര. ദിസ് ഈസ് 1. അപ്പൊ ടെക്സ്റ്റിൽ എല്ലാവരും ഒന്ന് എഴുതി വെച്ചേ. ആ കൊടുത്തിരിക്കുന്ന കോളത്തില് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഈ കോളത്തിൽ ഒന്ന് ഫില്ല് ചെയ്തേ. 1 പറഞ്ഞോണ്ട് എഴുതണേ. നമ്മൾ എന്ത് എഴുതുമ്പോഴുണ്ടല്ലോ പറഞ്ഞോണ്ട് എഴുതിയാലേ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. 1 എഴുതുമ്പോ നമ്മൾ 1 എന്ന് പറയാം. ഓരോ തവണ എഴുതുമ്പോഴും 1 1 1 അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതിയേ. ഇനി 1 എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് അറിയാം. ABCD പഠിച്ചതോ എല്ലാരും? ABCD അറിയോ എല്ലാവർക്കും? അറിയില്ലേ? നിങ്ങളുടെ പേരൊക്കെ എഴുതാൻ നിങ്ങൾക്ക് അറിയാലോ? നിങ്ങളുടെ പേരൊക്കെ ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാലോ? അറിയോ? ആർക്കൊക്കെ അറിയാം നിങ്ങളുടെ പേര് എഴുതാൻ? ഒന്ന് കൈവദിച്ചേ. സ്വന്തം പേര് എഴുതാൻ അറിയുന്നവർ, ഇംഗ്ലീഷിൽ എഴുതാൻ അറിയുന്നവര് അറിയോ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1ന്റെ സ്പെല്ലിംഗും കൂടി ഒന്ന് പറഞ്ഞാലോ? പഠിച്ചാലോ? ഇംഗ്ലീഷിലെ ഏതൊക്കെ ആൽഫബറ്റ്, ഏതൊക്കെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാ 1 എന്ന് പറയുന്നത് നോക്കിയാലോ?
ലിസൺ ഹിയർ. നിങ്ങളുടെ ഫോണിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണേ. 1 എന്ന് പറയുമ്പോ ഏതൊക്കെയാ സ്പെല്ലിംഗ് വരാന്നറിയോ? വെയിറ്റ്. O N E 1. എന്തൊക്കെയാ വരാ? സ്പെല്ലിംഗ് ഒന്നും എഴുതി പഠിക്കണ്ട. O N E 1. ഒന്ന് പറഞ്ഞ എല്ലാവരും. O N E 1. അപ്പൊ 1 എന്നതിന്റെ സ്പെല്ലിംഗ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? എന്ത് പറയും? 1ന്റെ സ്പെല്ലിംഗ് എന്താന്ന് വെച്ചാല് O N E 1. ഒന്നുകൂടി പറഞ്ഞേ. O N E 1. ഇപ്പൊ 1 എഴുതാൻ പഠിച്ചല്ലോ. 1ന്റെ സ്പെല്ലിംഗ് പഠിച്ചല്ലോ. പഠിച്ചോ? അടുത്ത ഏതാ നമ്പർ? 1 കഴിഞ്ഞാല് 2. 2 എന്ന് എണ്ണാൻ പറ്റുന്ന എന്തൊക്കെയുണ്ട് നിങ്ങൾക്ക് അറിയുന്നത്? നമ്മുടെ ബോഡിയില് ഏതൊക്കെ പാർട്സ് ആണ് 2 ഉള്ളത്? We have 2 ears, അല്ലേ? 2 eyes, 2 hands, പിന്നെ 2 legs, ഇല്ലേ? 2 കണ്ണ്, 2 ചെവി, 2 കൈ, 2 കാല്, അല്ലേ? ഈ കാല് നമുക്ക് 2 ഉണ്ട്, കൈ 2 ഉണ്ട്, കണ്ണ് 2 ഉണ്ട്, ചെവിയും 2 ഉണ്ട്. അപ്പൊ ഇതില് പേജ് നമ്പർ 78 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 78 എടുത്തോ? അതിനകത്ത് കുറെ ഒബ്ജക്ട്സ്, കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാ 2 ഒന്ന് ടിക്ക് ചെയ്തേ. സോക്സ് ഉണ്ട്, ഒരു മൗത്ത് ഉണ്ട്, പിന്നെ ഒരു ടൈ ഉണ്ട്, ഐസ് ഉണ്ട്, ഇയേഴ്സ് ഉണ്ട്, ഷൂസ് ഉണ്ട്. ഏതൊക്കെയാ 2 ഉള്ളത്? Tick the pictures which have 2. ഏതൊക്കെ ടിക്ക് ചെയ്തേ? മിസ് പറയുന്നതാണോ നിങ്ങൾ ടിക്ക് ചെയ്തത് നോക്കണേ. സോക്സ്, ഐസ് കണ്ണുകൾ, ഇയേഴ്സ് ചെവി, ഷൂസ്. ഇതൊക്കെയാണോ നിങ്ങൾ ടിക്ക് ചെയ്തേ? ആണോ? ഓക്കെ. ഇനി തൊട്ടടുത്ത പേജില് 2 എങ്ങനെയാ എഴുതണ്ടേന്ന് കൊടുത്തിട്ടുണ്ട്. 2. How can we write 2? നോക്കാലോ എങ്ങനെ എങ്ങനെ 2 എഴുതുന്നേന്ന്. ഒന്ന് ശ്രദ്ധിച്ചേ. എങ്ങനെയാ എഴുതാ? ഇവിടെ നോക്കണേ, മിസ് എഴുതി കാണിക്കുന്നത് നോക്കണേ. കാണുന്നുണ്ടോ? കണ്ടോ? This is 2. ഒന്നുകൂടി എഴുതി കാണിക്കാം. നോക്കണേ. This is 2. കണ്ടോ? അപ്പൊ 1ന്റെ സ്പെല്ലിംഗ് നമ്മൾ പഠിച്ചായിരുന്നു. ONE. അടുത്തത് 2ന്റെ സ്പെല്ലിംഗ് പഠിക്കണ്ടേ? 2ന്റെ സ്പെല്ലിംഗ് പഠിക്കണ്ടേ? എന്തായിരിക്കും 2ന്റെ സ്പെല്ലിംഗ്? എന്തായിരിക്കും 2ന്റെ സ്പെല്ലിംഗ്? TWO. TWO. 2. ഒന്ന് പറഞ്ഞ എല്ലാരും. TWO. 2. TWO. 2.
രണ്ട് നമ്പേഴ്സ് നമ്മളിപ്പോ പഠിച്ചല്ലോ. പഠിച്ചോ? ആരാ മിസ്സിന് 1ന്റെയും 2ന്റെയും സ്പെല്ലിംഗ് പറഞ്ഞിരുന്നേ? ആരാ പറഞ്ഞിരുന്നേ? നോക്കട്ടെ. ഓക്കേ, ഹാനിയ സ്പെല്ലിംഗ് പറയാൻ പറ്റുമോ മോളെ? 1ന്റെ സ്പെല്ലിംഗ് എന്താ? പറഞ്ഞോ. അത് തന്നെ. ഓ വെരി ഗുഡ്. ONE. ഇനി 2ന്റെ സ്പെല്ലിംഗ് ആരാ പറഞ്ഞിരുന്നേ? ഗായത്രി. 2ന്റെ സ്പെല്ലിംഗ് TWO. അപ്പൊ നമ്മള് എവിടെ വരെ പറഞ്ഞേ? നമ്പർ 2. നമ്പർ 2 കഴിഞ്ഞാല് നമുക്ക് ഏത് നമ്പറാ പഠിക്കണ്ടേ? നമ്പർ 2 കഴിഞ്ഞാല് 3 അല്ലേ? 3 എങ്ങനെയാ നമ്മൾ എഴുതുന്നേ? 2 എഴുതാൻ പഠിച്ചു, 1 എഴുതാൻ പഠിച്ചു, 2 എഴുതാൻ പഠിച്ചു. ഇനിയിപ്പോ എങ്ങനെയാ 3 എഴുതാ? എങ്ങനെ എഴുതാ അറിയോ? എങ്ങനെയാ 3 എഴുതുന്നേന്ന്? വെയിറ്റ്, ഇപ്പൊ മിസ് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കോ. ഇതാ ഇങ്ങനെ പോയി this is 3. എങ്ങനെയാ 3 എഴുതുന്നേന്ന് മനസ്സിലായോ? എങ്ങനെയാ നമ്മൾ 3 എഴുതുന്നേ? ഒന്നുകൂടി കാണിച്ചു തരാം മിസ്. നോക്കണേ. ദാ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വന്നു, ഇങ്ങനെ. This is 3. ഇനി 3ന്റെ സ്പെല്ലിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. എന്താ 3ന്റെ സ്പെല്ലിംഗ്? THREE. THREE. ഒന്നുകൂടി പറഞ്ഞേരാരോ? THREE. എന്താ 3ന്റെ സ്പെല്ലിംഗ്? ഒന്നുകൂടി പറഞ്ഞേ, മിസ്സിന്റെ കൂടെ പറഞ്ഞേ. THREE. കിട്ടിയോ? സ്പെല്ലിംഗ് കിട്ടിയോ? 1 പഠിച്ചു, 2 പഠിച്ചു, 3 പഠിച്ചു അല്ലേ? 3 എഴുതേണ്ടത് ഇതാ നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 81-ലുണ്ട്. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് എഴുതി പഠിക്കണേ. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 3 എന്ന് റിസ്വാൻ എഴുതിയിട്ടുണ്ടല്ലോ. ഗുഡ് ബോയ്. അപ്പൊ എല്ലാരും
1ഉം 2ഉം 3ഉം ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ഒന്ന് എഴുതി പഠിക്കണം കേട്ടോ. സയാൻ 2 വരെ എഴുതിയിട്ടുണ്ടല്ലോ, 3ഉം കൂടി എഴുതണേ. ഓക്കെ, കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അത് ചെയ്ത് നോക്കാം. പേജ് നമ്പർ 82. പേജ് നമ്പർ 82. അവിടെ കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുറെ ഒബ്ജക്റ്റ്, കുറെ എന്താ ആനിമൽസും ബേർഡ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് എണ്ണി നോക്കിയിട്ട് എത്ര എണ്ണം ഉണ്ട് എന്ന് അതിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിന് നേരെ റൗണ്ട് ചെയ്യാം. ആദ്യം എത്ര ഡക്സ് ഉണ്ട് അവിടെ? എത്ര ഡക്സ് ഉണ്ട്? ഒന്ന് എണ്ണി നോക്കിയേ, എത്ര ഡക്സ് ഉണ്ട്? 1 2 3. എത്ര ഡക്സ് ഉണ്ട്? 3. അവിടെ 3ന്റെ ചുറ്റും വരച്ചിട്ടുണ്ടോ, റൗണ്ട് ചെയ്തിട്ടുണ്ടോ? കണ്ടോ? അതുപോലെ അടുത്തത് ടോർട്ടോയ്സ്. എന്താ ടോർട്ടോയ്സ് എന്ന് പറഞ്ഞാല്? എന്താ? ആമ. എത്ര ആമയുണ്ട് അവിടെ? എത്ര ടോർട്ടോയ്സ് ഉണ്ട്? ഒന്ന് വിരൽ വെച്ച് കാണിച്ചു തന്നേ മിസ്സിന്. എത്ര ടോർട്ടോയ്സ് ഉണ്ട് അവിടെ? ആണോ? എത്രയാ? 1 അല്ലേ? ഓക്കെ, അപ്പൊ 1ന് ചുറ്റും റൗണ്ട് ചെയ്തേ. ടോർട്ടോയ്സിന് താഴെ 1ന് ചുറ്റും റൗണ്ട് ചെയ്തേ. ചെയ്തോ? അതിന് തൊട്ടടുത്ത് എത്ര പെൻഗ്വിൻസ് ഉണ്ട് അവിടെ? പെൻഗ്വിൻ എത്ര എണ്ണം? ആണോ? 3 അല്ലേ? 3 പെൻഗ്വിൻസ് ഉള്ളത് അല്ലേ? 3 അല്ല, 2 ആണോ? 2 ആണല്ലോ. അപ്പൊ മിസ്സിന് എണ്ണയെ തെറ്റിപ്പോയതായിരിക്കും അല്ലേ? 1 2 പെൻഗ്വിൻസ്. അവിടെ 2ന് ചുറ്റും റൗണ്ട് ചെയ്തേ. There are 2 penguins. ഇനി എത്ര റാബിറ്റ് ഉണ്ട് അവിടെ? എത്ര റാബിറ്റ് ഉണ്ട്? 1 3 അല്ലേ? 3 റാബിറ്റ്സ് അല്ലേ ഉള്ളത്? 1 ആണോ? Okay, 1. There is only 1 rabbit. Then next, how many cats are there? എത്ര cat ഉണ്ട് അവിടെ? എന്താ cat? Cat എന്താ? എന്താ cat എന്ന് പറഞ്ഞാല്? ആർക്കും അറിയില്ല cat എന്ന് പറഞ്ഞാല്? cat എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല? പൂച്ച. എത്ര cat ഉണ്ട്? 2 cat. 2 cats. ആണോ? 2 cats ആണോ? There are 3 cats. Okay, round 3. Then how many dogs are there? How many dogs? Only 1 dog. Then how many horses are there? In the horse. Horse എന്ന് വെച്ചാല് കുതിര. How many horses are there? There are 3 horses, right? There are 3 horses. Then how many frogs are there? How many frogs? How many frogs are there? 1. 1, 2. Yes, 2 frogs are there. Next, how many whales? In the whale. Whale എന്ന് വെച്ചാൽ എന്താ? എന്താ whale? തിമിംഗലം. എത്ര whales ഉണ്ട് അവിടെ? There's only 1 whale.
Okay. Next page. Count and write the correct numbers. Count and write the correct numbers. അത് നിങ്ങൾ homework ആയിട്ട് ചെയ്യോ? Page number 83 വർക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യോ? അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തന്നാൽ മതി കേട്ടോ. ഓരോ ഒബ്ജക്റ്റും എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണിയിട്ട് അതിന് നേരെയുള്ള കോളത്തില് ആ നമ്പർ എഴുതാം. ഓക്കെ. ദെൻ അപ്പൊ 1 പഠിച്ചു, 2 പഠിച്ചു, 3 പഠിച്ചു. അടുത്തേതാ? അടുത്തേതാ? അടുത്തേതാ പഠിക്കണ്ടേ? 4. 1 2 3 4. നമ്മൾ എങ്ങനെയാ 4 എന്ന് എഴുതുന്നേ? എങ്ങനെയാ 4 എന്ന് എഴുതുന്നേ? മിസ് ഇവിടെ വൈറ്റ് ബോർഡ് എനേബിൾഡ് ആകാം. ആരെങ്കിലും ഒന്ന് 1ഉം 2ഉം 3ഉം ഒന്ന് എഴുതി തരുമോ മിസ്സിന്? എഴുതി തരുമോ? നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീനിൽ എഴുതിയാൽ മതി. ഓക്കെ. ആരാ എഴുതുന്നേ? ആദ്യം റെഡി ആയത് ആഫിയ. Can you write 1 2 3? ആ ഫോണിന്റെ സ്ക്രീനിൽ ഒന്ന് എഴുതിയേ. മിസ് പറയുന്നവര് മാത്രം എഴുതിയാ മതി, എല്ലാരും എഴുതണ്ട. ആഹാ, പറയുമ്പോ എല്ലാരും എഴുതാണോ? ആഫിയ മാത്രം എഴുതിയാ മതി, വേറെ ആരും ഇപ്പൊ ഫോണിന്റെ സ്ക്രീനിൽ തൊടണ്ട. ആരും ഇപ്പൊ എഴുതണ്ട. പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. വേറെ ആരും ഫോണിന്റെ സ്ക്രീനിൽ തൊടണ്ട. ആഫിയ മാത്രം ഫോണിൽ ഒന്ന് 1 2 3 എഴുതിയേ. ആഫിയ എഴുതി. എങ്ങനെ എഴുതില്ലെന്ന് അറിയാം. വൈറ്റ് ബോർഡ് കാണുന്നില്ലേ? അവിടെ ഒന്ന് 1 2 3 എന്ന് എഴുതാൻ പറ്റുമോ? അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ മിസ് മായ്ച്ചു കളഞ്ഞതാ മോക്ക് എഴുതാൻ വേണ്ടി. പറ്റുമോ? സ്ക്രീൻ കാണുന്നില്ല. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കിയേ. വൈറ്റ് സ്ക്രീൻ കാണുമല്ലോ, വൈറ്റ് ബോർഡ് കാണുമല്ലോ. എന്നാ സ്ലേറ്റിൽ എഴുതി കാണിച്ചാൽ മതി. അപ്പൊ ഇവിടെ ഇതാ നിഷാൻ എഴുതുന്നത്. നിഷാൻ 2 കൂടി ഒന്ന് എഴുതിയേ. ഓക്കെ, നിഷാൻ സ്ക്രീനിൽ എഴുതിയിട്ടുണ്ട്, ആഫിയ സ്ലേറ്റിൽ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ എല്ലാരും ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ആഫിയ എഴുതിയ പോലെ 1 2 3 ഒന്ന് സ്ലേറ്റിൽ എഴുതിയിട്ട് മിസ്സിന് കാണിച്ചു തന്നേ. എഴുതിയോ? ഫാത്തിമ എഴുതി, മാറിയ, ജാനകി എഴുതി, ജയാൻ. വെരി ഗുഡ്. എഴുതിയവരൊക്കെ മിസ്സിന് കാണിച്ചു തന്നെ. ആഫിയയുടെ കണ്ടു, മാനവിന്റെ കണ്ടു, ബാക്കി ആരുടെയും കണ്ടില്ലല്ലോ. ജയാന്റെ കണ്ടു. ഹാനിയ കണ്ടു. വെരി ഗുഡ്. ഓക്കെ, വേറെ ആരാ? ഹർഷാൽ. ഓക്കെ, വെരി ഗുഡ്. ഹർഷാൽ എഴുതിയിട്ടുണ്ട്. വേറെ ആരാ? റെഹാൻ. റെഹാൻ എഴുതിയിട്ടുണ്ട്. റിസ്വാൻ. വെരി ഗുഡ്. ഇനി ആരാ? കാണിച്ചു തരുമോ മിസ്സിന്? റെഹാൻ. റെഹാൻ ബുക്കിലാണോ എഴുതിയേ?
ആ റെയ്ഹാന്റെ കണ്ടു. ഓക്കെ. വേറെ ഇഷിത എഴുതിയോ? നിഹാരയും നിഹാലും എഴുതിയോ? നിഹാര എവിടെ? സായൊക്കെ കാണിച്ചു തന്നില്ല മിസ്സിന്. ഫാത്തിമ കാണിച്ചു തന്നില്ല. റിഷാൻ കാണിച്ചു തന്നില്ല. ഗായത്രി അനീഷ് എവിടെ? ആ ഫാത്തിമ എഴുതിയിട്ടുണ്ടല്ലേ. ഓക്കെ, വെരി ഗുഡ്. ഒരു തവണ എഴുതിയാൽ മതി. ഇപ്പൊ മിസ്സിന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. ജാൻദേവിന്റെ കണ്ടില്ലല്ലോ. ജാൻദേവ് ഇവിടെ പോയി? ബാക്കിയുള്ളവരുടെ ഒക്കെ ഒറ്റ തവണ, ഒരു തവണ 1 2 3 അത്ര എഴുതിയാൽ മതി. ആ ഗായത്രി വെരി ഗുഡ്. ഇനി അടുത്ത ആരാ നോക്കട്ടെ? നിഷാൻ. ഓക്കെ, വെരി ഗുഡ്. ജയാന്റെ കണ്ടു. ധാൻദേവിന്റെ കണ്ടു. ആ ധാൻദേവ് 4 എഴുതിയിട്ടുണ്ടല്ലോ. നല്ല മോനാണേ. ഇഷിത എഴുതിയില്ല മോളെ. നിഹാൽ. ഓക്കെ, നിഹാര എവിടെ? നിഹാൽ മാനവിന്റെ കണ്ടു. റിഷാൻ എഴുതിയില്ലേ? നവമി. ഓക്കെ, വെരി ഗുഡ്. നിയാരാ. ഓക്കെ, അപ്പൊ എല്ലാരും ഏകദേശം എഴുതിയിട്ടുണ്ടല്ലേ. നല്ല മക്കളാണേ. അപ്പൊ 1 2 3 ആരും മറക്കരുത്. സ്പെല്ലിങ് പറഞ്ഞോണ്ട് പഠിക്കാം. ONE1 TWO2 PHREE3 ഇങ്ങനെ തന്നെ പറഞ്ഞ് പഠിക്കാം കേട്ടോ. അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും ഈ 3 നമ്പേഴ്സും പഠിച്ചിട്ടുണ്ടാവണം. കേട്ടല്ലോ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ഹോംവർക്ക് മറക്കണ്ട. പേജ് നമ്പർ 83. പേജ് നമ്പർ 83 ഈ വർക്ക് ഇത് എത്രയൊക്കെയാണെന്ന് എണ്ണിയിട്ട് ഇതിന് നേരെയുള്ള കോളത്തില് എഴുതി വെക്കുക. എന്നിട്ട് മിസ്സിന് അയച്ചു തരാം കേട്ടോ. ഓക്കെ, പേഴ്സണലായിട്ട് അയച്ചു തന്നാ മതിയേ. പേര് കൂടി വെച്ചോ. ഹോംവർക്കിന്റെ കൂടെ നിങ്ങളുടെ പേരും കൂടി ടൈപ്പ് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി അതിന്റെ ചെയ്താലോ? ഇപ്പൊ 1 2 3 എല്ലാരും എഴുതി പഠിക്കണം. അടുത്ത ക്ലാസ്സിലെ മിസ് എന്തായാലും സ്പെല്ലിംഗ് ചോദിക്കും. എഴുതാൻ പറയില്ല, സ്പെല്ലിംഗ് ചോദിക്കും, എഴുതാനും പറയും. ഓക്കെ, ബൈ. ഒരു ബൈ പറയടോ എല്ലാരും. ബൈ.